വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കൂട്ടാനാണ് ഇന്ന്. മുരിങ്ങയില ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. മുരിങ്ങയില എടുത്ത് വെച്ചിട്ടുണ്ട്. തണ്ട് കളഞ്ഞ് ഇലകൾ എടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ചെറുപയർ പരിപ്പാണ് ഇതെടുത്തേക്കണേ. ഇതും ഒന്ന് കഴുകിയിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യാനുള്ളതാണ്. മുരിങ്ങയില എല്ലാം അടർത്തി വൃത്തിയാക്കിയിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി ചെറുപയർ പരിപ്പ് കഴുകിയിട്ട് നല്ലോണം വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ മതി. 1-2 മിനിറ്റ് മതി. കുറച്ചും കൂടി നിറം മാറിയിട്ട് ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റി വെക്കാം. 1 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തേക്കണേ. ഇനി കുക്കറിലേക്ക് ഇട്ടിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി വേവാൻ പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് 2 വിസിൽ വരണ വരെ വേവിക്കാം. ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. കായം ഒന്ന് പൊട്ടിച്ചതാണ്. പൊടിയാണെങ്കിൽ 1/4 ടീസ്പൂൺ മതി. വെളുത്തുള്ളി 6 എണ്ണം കീറി വെച്ചതാണ്. 1/4 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, ഏകദേശം 15 ചുമന്നുള്ളി നുറുക്കിയതാണിത്. ഇത് നല്ലോണം വഴറ്റണം. ഉള്ളി വഴന്നു വന്നിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർക്കാം. കുരുമുളകിൻ്റെ ഫ്ലേവറും മുരിങ്ങയിലയും പരിപ്പും ഒക്കെ ചേരുമ്പോൾ നല്ല സ്വാദുണ്ടാവും. കുറച്ച് വെള്ളം ഒഴിക്കാം. പരിപ്പ് വേവാൻ വെച്ചേലത്തെ വെള്ളമുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ വെള്ളം വേണ്ട. ഇനി മുരിങ്ങയില ചേർക്കാം. ഫ്ലെയിം കുറച്ചിട്ട്, വലിയ വേവൊന്നുമില്ലല്ലോ, പെട്ടെന്ന് ആയിക്കോളും. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. 2 മിനിറ്റ് മതി. വെള്ളം വറ്റിയപ്പോൾ ഇനി വേവിച്ച ചെറുപയർ പരിപ്പ് കുഴുതലുകൊണ്ട് നല്ലോണം ഉടച്ചിട്ട് എടുത്തിട്ടുള്ളതാണിത്. ലൂസ് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഇത്തിരി കട്ടിയിലാണിപ്പോൾ. ഇനി ഒന്ന് തിളച്ചാൽ മതി. കുക്കറിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി നമുക്ക് ചേർക്കാം. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ടേസ്റ്റാണ്. കുട്ടികളും കഴിച്ചോളും.